ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്ടർ ജോസഫ് മേഴ്സി എഴുതിയ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ്. അധ്യായം 2, നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്ന വിധം. സ്വന്തം മനസ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെയെല്ലാം മനസ്സിന് 2 തലങ്ങളാണുള്ളത്. യുക്തിസഹമായി ചിന്തിക്കുന്ന ബോധമനസ്സും യുക്തിചിന്തയ്ക്ക് വഴങ്ങാതെ പ്രവർത്തിക്കുന്ന ഉപബോധ മനസ്സും. ബോധമനസ്സുപയോഗിച്ചാണ് നാം ചിന്തിക്കുന്നത്. നമ്മുടെ ബോധമനസ്സിലൂടെ പതിവായി കടന്നുപോകുന്ന ചിന്തകളുടെ സ്വഭാവമനുസരിച്ചാണ് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത്. മനുഷ്യവികാരങ്ങളുടെയും സർഗാത്മകതയുടെയും സ്ഥാനം ഉപബോധ മനസ്സാണ്. നിങ്ങൾ നല്ലത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും. അതേസമയം അശുഭമായ ചിന്തകൾ ദോഷമായേ ഭവിക്കൂ. ഇങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്തെന്നാൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു ആശയം ഉറച്ചാൽ അത് നടപ്പിലാക്കാനുള്ള ശ്രമം ഉപബോധ മനസ്സ് തുടങ്ങിവെക്കും. ആ ആശയം നല്ലതോ ചീത്തയോ ആകട്ടെ, ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനം ഒരുപോലെയാണെന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. ഒരു തത്വം പ്രതികൂലമായി പ്രവർത്തിക്കുമ്പോഴാണ് പരാജയം, അമർഷവും അസന്തുഷ്ടിയും മനസ്സിൽ നിറയുന്നത്. അതേസമയം നിങ്ങളുടെ ചിന്തകൾ നന്മ നിറഞ്ഞതും ക്രിയാത്മകവുമാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണാരോഗ്യവും ജീവിത വിജയവും അഭിവൃദ്ധിയും കൈവരും. ശരിയായ രീതിയിൽ ചിന്തിക്കാനും കാര്യങ്ങൾ അനുഭവിച്ചറിയാനും തുടങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യപൂർണമായ ശരീരവും അതിൽ ശാന്തമായ മനസ്സും വളരും. നിങ്ങൾ ബോധമനസ്സിൽ ഒരു കാര്യം ശരിയെന്നുറപ്പിച്ച് വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ അംഗീകരിച്ച് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കും. ഉപബോധ മനസ്സിനെ ആ ആശയം വികസിപ്പിക്കുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടതായുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരോഗ്യവും സമാധാനവും നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് നൽകും. നിർദ്ദേശം നൽകേണ്ട താമസമേയുള്ളൂ. നിങ്ങളുടെ ഉപബോധ മനസ്സനുസരിച്ച് പ്രതികരിക്കും. ബോധമനസ്സിൽ കൊണ്ടു നടക്കുന്ന ആശയങ്ങളുടെയും ആലോചനകളുടെയും സ്വഭാവമനുസരിച്ചാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രതികരിക്കുന്നത്. അതാണ് മനസ്സിൻ്റെ നിയമം. ഒരാളുടെ ചിന്തകൾ ഉപബോധ മനസ്സിൽ പതിയുമ്പോൾ അയാളുടെ തലച്ചോറിലെ കോശങ്ങൾ അതിൻ്റെ പ്രതിഫലനമുണ്ടാക്കുന്നു എന്ന് മനഃശാസ്ത്രജ്ഞരും മനോരോഗ വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ചിന്തകൾ ഉറയ്ക്കുമ്പോൾ ഉപബോധ മനസ്സ് അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങുന്നു. ഒരു വ്യക്തി ജീവിതകാലം കൊണ്ട് നേടിയ അറിവുകളെയെല്ലാം ചേർത്തുവെച്ച് ഉപബോധ മനസ്സ് അതിൻ്റെ ഉദ്ദേശ്യലക്ഷ്യം നടപ്പിലാക്കുന്നു. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള അതിരില്ലാത്ത ശക്തിയും ഊർജവും വിവേകവും ഉപയോഗിച്ചാണ് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളും അത് വരുതിയിലാക്കുന്നു. ചില സമയങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അത് ഉടനടി പരിഹാരം കണ്ടേക്കാം. എന്നാൽ പലപ്പോഴും ദിവസങ്ങളോ ആഴ്ചകളോ വർഷങ്ങളോ പോലും എടുത്താകും ഉപബോധ മനസ്സ് നിങ്ങൾക്കൊരു ഉത്തരം നൽകുക. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനും അപ്പുറത്താണ് ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ. ബോധതലവും ഉപബോധതലവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ബോധമനസ്സും ഉപബോധ മനസ്സും 2 വ്യത്യസ്ത മനസ്സുകളല്ലെന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. മനുഷ്യ മനസ്സിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളുടെ 2 വ്യത്യസ്ത തലങ്ങളെയാണ് ഇവ സൂചിപ്പിക്കുന്നത്. ബോധമനസ്സാണ് യുക്തിപരമായി ചിന്തിക്കുന്നത്. അതുപയോഗിച്ചാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പുസ്തകം, വീട്, ജീവിത പങ്കാളി എന്നിവയെല്ലാം ബോധമനസ്സിൻ്റെ തീരുമാനങ്ങളാണ്. അതേസമയം നിങ്ങളുടെ ബോധപരമായ ഇടപെടലില്ലാതെ തന്നെ നിങ്ങളുടെ ഹൃദയം തനിയെ പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിൽ ദഹനം, രക്തചംക്രമണം, ശ്വസനം എന്നീ പ്രക്രിയകൾ നടക്കുന്നതും ഉപബോധ മനസ്സിൻ്റെ സഹായത്താലാണ്. നിങ്ങൾ ബോധമനസ്സിൽ വിശ്വസിച്ചുറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഉപബോധ മനസ്സ് ഒപ്പിയെടുക്കുന്നത്. ബോധമനസ്സിലേതുപോലെ യുക്തിചിന്തയോ വിമർശനാത്മക ചിന്തയോ അവിടെ സംഭവിക്കുന്നില്ല. നല്ലതോ കെട്ടതോ എന്ന ഭേദമില്ലാതെ എല്ലാ വിത്തുകളെയും ഒരുപോലെ സ്വീകരിക്കുന്ന മണ്ണ് പോലെയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ്. ബോധമനസ്സിൽ നിങ്ങൾ വളർത്തിയെടുക്കുന്ന ചിന്തകളാണ് അതിൽ വിത്തുകളായി മാറുന്നത്. നിരാശാപരിതരായ വിനാശകരമായ ചിന്തകൾ ഉപബോധ മനസ്സിൻ്റെ ഇടപെടലിലൂടെ നിങ്ങൾക്ക് ദോഷകരമായ അനുഭവങ്ങളായി രൂപം മാറും. ഓർക്കുക, നിങ്ങളുടെ ആലോചനകൾ ഉപകാരമുള്ളതോ ഉപദ്രവകാരിയോ
എന്നോ ശരിയോ തെറ്റോ എന്നോ വിവേചിച്ചറിയാൻ ഉപബോധ മനസ്സ് ശ്രമിക്കില്ല. നിങ്ങളുടെ ആലോചനകൾക്കനുസരിച്ച് പ്രതികരിക്കുകയാണ് അതിൻ്റെ സ്വഭാവം. ഉദാഹരണത്തിന്, വസ്തുതാപരമായി തെറ്റായ ഒരു കാര്യം ശരിയാണെന്ന് നിങ്ങൾ ബോധപൂർവം ഉറപ്പിച്ചാൽ ഉപബോധ മനസ്സും ആ കാര്യം സത്യമാണെന്നുറപ്പിച്ച് അതിൻ്റെ അനന്തരഫലങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുക. മനഃശാസ്ത്രജ്ഞരുടെ പരീക്ഷണങ്ങൾ. ഹിപ്നോട്ടിക് അവസ്ഥയിലുള്ളവരിൽ മനഃശാസ്ത്രജ്ഞരും മറ്റു വിദഗ്ധരും നടത്തിയ എണ്ണമറ്റ പഠനങ്ങൾ തെളിയിക്കുന്നത് യുക്തിചിന്തയ്ക്ക് ആവശ്യമായ തിരഞ്ഞെടുപ്പുകളും താരതമ്യങ്ങളും നടത്താൻ ഉപബോധ മനസ്സിന് കഴിവില്ലെന്നതാണ്. ബോധമനസ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ അത് എത്ര തന്നെ യുക്തിരഹിതമായ കാര്യങ്ങളായാലും ഉപബോധ മനസ്സ് അതേപടി സ്വീകരിക്കുമെന്നാണ് അത്തരം പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാലുടൻ അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉപബോധ മനസ്സിൽ നിന്ന് ഉടലെടുത്തു തുടങ്ങുന്നു. നിർദ്ദേശങ്ങൾ അന്ധമായി പിന്തുടരാനുള്ള ഉപബോധ മനസ്സിൻ്റെ പ്രവണത മനസ്സിലാക്കാനായി ഒരു ഉദാഹരണം പറയാം. ഹിപ്നോട്ടിസത്തിന് വിധേയനാകുന്ന ഒരാളോട് അയാൾ നെപ്പോളിയൻ ബോണപ്പാർട്ടാണെന്നോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ പട്ടിയോ ആണെന്നോ ഈ പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന വിദഗ്ധൻ പറഞ്ഞു എന്ന് വെക്കട്ടെ. ഈ നിർദ്ദേശത്തിന് അനുരൂപമായ വ്യക്തിത്വമാകും ഹിപ്നോട്ടിസത്തിന് വിധേയനായ ആൾ പ്രകടിപ്പിക്കുക. കുറച്ചു നേരത്തിന് അയാളുടെ വ്യക്തിത്വം തന്നെ മാറിപ്പോകുന്നു. വിദഗ്ധൻ ആരുടെ പേരാണോ സൂചിപ്പിച്ചത് അയാൾ അവരുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കുന്നു. മറ്റൊരു ഉദാഹരണം എടുത്താൽ, ഹിപ്നോട്ടിസത്തിൽ വിദഗ്ധനായ ഒരാൾ ആ അവസ്ഥയിലിരിക്കുന്ന തൻ്റെ വിദ്യാർത്ഥികൾ ഓരോരുത്തർക്കും വ്യത്യസ്ത നിർദ്ദേശങ്ങൾ നൽകുകയാണെന്ന് വയ്ക്കുക. ഒരു വിദ്യാർത്ഥിയോട് അവൻ്റെ പുറം ചൊറിയുന്നതായും, മറ്റൊരു വിദ്യാർത്ഥിയോട് അവൻ്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നതായും, വേറൊരാളോട് അവനൊരു മാർബിൾ പ്രതിമയാണെന്നും, ഇനി മറ്റൊരാളോട് മുറിയിലെ താപനില 0 ഡിഗ്രിയിൽ താഴെ ആയതുകൊണ്ട് അവന് തണുത്തു വിറയ്ക്കുന്നുണ്ടെന്നും ആ വിദഗ്ധൻ പറയുകയാണ്. അവരുടെ ചുറ്റിലുമുള്ള യഥാർത്ഥ സാഹചര്യം എന്തു തന്നെയായാലും ഓരോ വിദ്യാർത്ഥിയും തനിക്ക് കിട്ടുന്ന സൂചനകൾ സത്യമാണെന്ന് വിശ്വസിച്ച് അതിനനുസരിച്ചാണ് പിന്നെ പ്രതികരിക്കുക. ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഈ ഉദാഹരണങ്ങളിൽ നിന്ന് വ്യക്തമായിരിക്കുമല്ലോ. ബോധമനസ്സ് നൽകുന്ന സൂചനകൾ അതിൻ്റെ ശരി തെറ്റുകളോ യുക്തിഭദ്രതയോ പരിശോധിക്കാതെ അതേപടി വിശ്വസിക്കുകയാണ് പക്ഷപാതിത്വമില്ലാതെ പെരുമാറുന്ന ഉപബോധ മനസ്സിൻ്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ മനസ്സിന് കുളിർമയേകുന്ന, സ്വാതന്ത്ര്യപ്പെടുത്തുന്ന, സുഖപ്പെടുത്തുന്ന ചിന്തകളും ആശയങ്ങളും വളർത്തിയെടുക്കേണ്ടത് പ്രധാനമാണ്. വസ്തുനിഷ്ഠമായ മനസ്സ്, ആത്മനിഷ്ഠമായ മനസ്സ് എന്നീ പദങ്ങളുടെ അർത്ഥം നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി ഇടപെടുന്നത് ബോധമനസ്സായതുകൊണ്ട് അതിനെ വസ്തുനിഷ്ഠമായ മനസ്സ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഒരാളുടെ ബോധമനസ്സ് പുറം ലോകത്തെ നോക്കിക്കാണുന്നതും അതുമായി ഇടപെടുന്നതും അയാളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. നമ്മുടെ പരിസരങ്ങളുമായുള്ള ആശയവിനിമയത്തെ നിയന്ത്രിക്കുന്നതും വസ്തുനിഷ്ഠമായ ബോധമനസ്സാണ്. മനുഷ്യർ എല്ലാ അറിവുകളും നേരിടുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ്. നിരീക്ഷണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും വിദ്യാഭ്യാസത്തിലൂടെയും ബോധമനസ്സ് അറിവ് ആർജിച്ചെടുക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോധമനസ്സിൻ്റെ പ്രധാന പ്രവർത്തനം യുക്തിചിന്തയാണ്. ലോസ് ഏഞ്ചൽസ് നഗരം സന്ദർശിക്കാനെത്തുന്ന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളിൽ ഒരാളാണ് നിങ്ങളെന്ന് സങ്കല്പിക്കുക. നഗരത്തിലെ പാർക്കുകളും ഭംഗിയുള്ള പൂന്തോട്ടങ്ങളും കൂറ്റൻ കെട്ടിടങ്ങളും വീടുമെല്ലാം കണ്ട ശേഷം ഇതൊരു മനോഹരമായ നഗരമാണെന്ന തിരിച്ചറിവിൽ നിങ്ങളെത്തുന്നു. ഇവിടെ നിങ്ങളുടെ ബോധമനസ്സാണ് നിങ്ങളെ ഈ നിഗമനത്തിലെത്തിക്കുന്നത്. ഉപബോധ മനസ്സ് പലപ്പോഴും ആത്മനിഷ്ഠമായ മനസ്സാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ചുറ്റുമുള്ള സാഹചര്യത്തെ മനസ്സിലാക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചല്ല, മറിച്ച് അതിന് സ്വന്തമായുള്ള ഒരു അവബോധം വെച്ചാണ്. നിങ്ങളുടെ വികാരങ്ങളും ഓർമ്മകളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഉപബോധ മനസ്സിലാണ്. ബോധമനസ്സ് ആശ്രയിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ സജീവമല്ലാത്ത അവസ്ഥയിലാണ് ഉപബോധ മനസ്സ് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുക. ചുരുക്കി പറഞ്ഞാൽ, വസ്തുനിഷ്ഠമായ മനസ്സ് നിർജീവമായി അല്ലെങ്കിൽ സജീവമല്ലാതിരുന്ന അവസ്ഥയിൽ നമ്മുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നത് ഉപബോധ മനസ്സാണ്. നിങ്ങൾ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളാണ് ഉപബോധ മനസ്സ് കാണുന്നത്. അതിന് കണ്ണുകൾ അതീതമായി കാണാനും കാതുകൾക്ക് അതീതമായി കേൾക്കാനുമുള്ള ശക്തിയുണ്ട്.
നിങ്ങളുടെ ഉപബോധ മനസ്സിന് ശരീരത്തിൽ നിന്ന് പുറത്തു കടന്ന് ദൂരങ്ങൾ യാത്ര ചെയ്ത് ഏറ്റവും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ അറിയാനുള്ള കഴിവുണ്ട്. മറ്റുള്ളവരുടെ ചിന്തകൾ വായിച്ചെടുക്കാനും താഴിട്ടുപൂട്ടി മറച്ചുവെച്ചിരിക്കുന്ന സത്യങ്ങൾ കണ്ടെത്താനും അതിന് കഴിയും. സാധാരണഗതിയിൽ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളുടെ സഹായമില്ലാതെ തന്നെ അവരുടെ ആലോചനകൾ മനസ്സിലാക്കിയെടുക്കാൻ ഉപബോധ മനസ്സിന് പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെന്ന പ്രക്രിയയെപ്പറ്റി ശരിക്കും മനസ്സിലാക്കാൻ വസ്തുനിഷ്ഠയും ആത്മനിഷ്ഠവുമായ മനസ്സുകൾ തമ്മിലുള്ള വ്യത്യാസവും പരസ്പര ബന്ധവും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. യുക്തിചിന്ത നടത്താനുള്ള ബോധ മനസ്സിൻ്റെ കഴിവ് ഉപബോധ മനസ്സിനില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിന് വിമർശനാത്മകമായി ചിന്തിക്കുവാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റായ സൂചനകൾ കൊടുത്താൽ അവ സത്യമെന്നുറപ്പിച്ച് അതിനനുസരിച്ചുള്ള അനുഭവങ്ങളും സംഭവങ്ങളും സാഹചര്യങ്ങളും ഒരുക്കാൻ ഉപബോധ മനസ്സ് ശ്രമം തുടങ്ങും. നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബോധമനസ്സിൻ്റെ വിശ്വാസങ്ങളായി ഉപബോധ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഫലമാണ്. തെറ്റായ സൂചനകൾ നൽകിയതിൻ്റെ ദൂഷ്യഫലങ്ങൾ മറികടക്കാനുള്ള ഒരേയൊരു വഴി സൃഷ്ടിപരവും സന്തോഷം നൽകുന്നതുമായ ചിന്തകൾ ആവർത്തിച്ച് നിങ്ങളുടെ ബോധമനസ്സിൽ ഉറപ്പിക്കുക എന്നതാണ്. ഇതൊരു ശീലമായി വളർത്തിയെടുത്താൽ നിങ്ങളുടെ ഉപബോധ മനസ്സും അവ അംഗീകരിച്ചു തുടങ്ങും. കാരണം ഉപബോധ മനസ്സാണ് ശീലങ്ങൾ പിന്തുടരാൻ നമ്മളെ സഹായിക്കുന്നത്. ബോധമനസ്സിൽ ചിന്തകൾ ആവർത്തിക്കുന്നത് ഉപബോധ മനസ്സിൽ ആഴത്തിലുള്ള സ്വാധീനമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ ചിന്തകൾ സമാധാനപൂർണവും സൃഷ്ടിപരവുമാണെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങളും വലിയ അളവിൽ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നിങ്ങൾ പേടിയും ആശങ്കയും പോലെയുള്ള വിനാശകരമായ വികാരങ്ങളാണ് വളർത്തിയിട്ടുള്ളതെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ ശക്തി തിരിച്ചറിയുക എന്നതാണ് നിങ്ങൾക്കുള്ള പോംവഴി. നിങ്ങൾ ബോധപൂർവം സന്തോഷവും ആരോഗ്യവും സ്വാതന്ത്ര്യവും തിരഞ്ഞെടുക്കുകയും സ്വയം വിശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ നിങ്ങൾ ബോധമനസ്സിൽ ഉറപ്പിക്കുന്ന സൂചനകൾ പിന്തുടർന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് അവ അനുഭവങ്ങളായി മാറ്റിയെടുക്കും. നിർദ്ദേശങ്ങളുടെ മാസ്മരിക ശക്തി. ഇതുവരെ പറഞ്ഞതിൽ നിന്നും കവാടത്തിൽ കാവൽ നിൽക്കുന്ന പാറാവുകാരനെ പോലെയാണ് നിങ്ങളുടെ ബോധമനസ്സ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വ്യാജ ബോധ്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് അതിൻ്റെ കടമ. മനുഷ്യ മനസ്സിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒരെണ്ണവും ഇതിനകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബോധമനസ്സ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനത്തിന് ആധാരം. യുക്തിപരമായ ചിന്തയോ താരതമ്യങ്ങളോ വിമർശന ചിന്തയോ നടക്കാത്ത തലമാണ് ഉപബോധ മനസ്സ്. ഇവയെല്ലാം സംഭവിക്കുന്ന ബോധമനസ്സ് നൽകുന്ന സൂചനകളോട് പ്രതികരിക്കുക മാത്രമാണ് ഉപബോധ മനസ്സ് ചെയ്യുന്നത്. ആ പ്രതികരണങ്ങളിൽ ഒരു തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളോ പക്ഷാഘാതങ്ങളോ അത് പ്രകടിപ്പിക്കുന്നില്ല. നിർദ്ദേശങ്ങളുടെ അസാമാന്യ ശക്തിയെ എടുത്തുകാട്ടുന്ന ഒരു ഉദാഹരണം പറയാം. കപ്പലിൽ ഭയപ്പാടോടെ സഞ്ചരിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് നിങ്ങൾ ഇപ്രകാരം പറയുകയാണെന്ന് വയ്ക്കുക. നിങ്ങൾക്ക് തീരെ സുഖമില്ലെന്ന് കണ്ടാൽ തന്നെ അറിയാം. എന്ത് വിളർച്ചയാണ് നിങ്ങളുടെ മുഖത്ത്. നിങ്ങൾക്ക് കടൽച്ചുരുക്ക് കാരണം ഉടൻ തന്നെ അസ്വസ്ഥത തോന്നുമെന്ന് ഉറപ്പാണ്. വരൂ, ഞാൻ നിങ്ങളെ നിങ്ങളുടെ ക്യാബിനിൽ കൊണ്ടുചെന്നാക്കാം. ഇത് കേൾക്കുന്നതും ആ യാത്രക്കാരൻ്റെ മുഖം വിളറി വെളുക്കും. അയാൾക്ക് സ്വതവേയുള്ള പേടിയെ നിങ്ങളുടെ വാക്കുകളിലുള്ള നിർദ്ദേശം ശരിവെക്കുന്നു. നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം സത്യമാണെന്നുറപ്പിച്ച് അയാൾ ക്യാബിനിലേക്ക് മടങ്ങാൻ തയ്യാറാകുന്നു. ഒരേ നിർദ്ദേശങ്ങൾക്കുള്ള വ്യത്യസ്ത പ്രതികരണങ്ങൾ. ഒരേ നിർദ്ദേശത്തോട് ഓരോ വ്യക്തിയും വ്യത്യസ്തമായാണ് പ്രതികരിക്കുക എന്നത് സത്യമാണ്. ഓരോരുത്തരുടെയും ഉപബോധ മനസ്സിൻ്റെ പാകവും അതിലെ വിശ്വാസങ്ങളും വ്യത്യസ്തമാണ് എന്നതാണ് ഇതിന് കാരണം. ഉദാഹരണത്തിന്, കപ്പലിലെ ഒരു നാവികനോടാണ് സുഹൃത്തേ, നിങ്ങൾക്ക് സുഖമില്ലെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നില്ലേ? നിങ്ങൾക്ക് കടൽച്ചുരുക്ക് കാരണമുള്ള അസ്വസ്ഥത ഉടൻ അനുഭവപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നതെന്ന് കരുതുക. അയാളുടെ മനോനിലയനുസരിച്ച് ഒന്നുകിൽ അയാൾ നിങ്ങളുടെ ചോദ്യം ചിരിച്ചു തള്ളും, അല്ലെങ്കിൽ ചെറിയ നീരസം കാണിക്കും. നിങ്ങൾ നൽകിയ നിർദ്ദേശം ഈ സാഹചര്യത്തിൽ ഫലം കാണില്ല. കാരണം
കടൽക്ഷോഭം തന്നെ ബാധിക്കില്ല എന്നതാണ് അയാളുടെ ഉപബോധ മനസ്സിലുള്ള ബോധ്യം. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ പേടിക്കും പരിഭ്രമത്തിനു പകരം ആത്മവിശ്വാസമാണ് അയാളിൽ വളർത്തുക. നിർദ്ദേശം എന്ന വാക്കിന് നിഘണ്ടുവിലുള്ള അർത്ഥം മറ്റൊരാളുടെ മനസ്സിൽ ഒരു ആശയം ജനിപ്പിക്കുക എന്നതാണ്. കേൾവിക്കാരൻ ആ ആശയം സ്വീകരിച്ച് അംഗീകരിച്ച് അതിനോട് പ്രതികരിക്കുന്നത് വരെയുള്ള മാനസിക പ്രക്രിയ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. ബോധമനസ്സിൻ്റെ എതിർപ്പിനെ മറികടന്നു പോലും ഉപബോധ മനസ്സിൽ ഒരു ആശയം ഉറപ്പിക്കാൻ നിർദ്ദേശം കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ബോധമനസ്സിന് നിർദ്ദേശങ്ങളെ തള്ളിക്കളയാനുള്ള കഴിവുണ്ട്. നാവികൻ്റെ ഉദാഹരണമെടുത്താൽ അയാൾക്ക് കടൽ ചുരുക്കിനെ പേടിയില്ല. തന്നെ അത് ബാധിക്കില്ലെന്ന് അയാൾ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന തെറ്റായ നിർദ്ദേശം അതുകൊണ്ട് തന്നെ അയാളിൽ ഭയം ജനിപ്പിക്കുകയില്ല. എന്നാൽ ആദ്യം സൂചിപ്പിച്ച യാത്രക്കാരൻ്റെ കാര്യത്തിലാകട്ടെ അയാളുടെ ഉള്ളിൽ ആദ്യമേ ഉണ്ടായിരുന്ന പേടി നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശത്തോടെ കൂടുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ ഭയങ്ങളും അഭിപ്രായങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. ഈ ആന്തരിക ധാരണകൾ നമ്മുടെ ജീവിതത്തെ ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മനസ്സിൽ അംഗീകരിച്ചാലല്ലാതെ നിർദ്ദേശങ്ങൾക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല. അതായത് നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഉപബോധത്തിൻ്റെ ശക്തികൾ പ്രത്യേകാവസ്ഥയിൽ പ്രവഹിക്കുകയാണ് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെട്ടത് എങ്ങനെ? 2-3 വർഷത്തിനൊരിക്കൽ ലണ്ടനിലെ ട്രൂത്ത് ഫോറം കാക്സ്റ്റൺ ഹാളിൽ ഞാൻ ഒരു പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കാറുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൂടെ ചേർന്ന് സംഘടിപ്പിച്ച ഒരു സംവിധാനമാണ്. നിർദ്ദേശങ്ങളുടെ ശക്തിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയെപ്പറ്റി ഡയറക്ടറായ ഡോ എവ്ലിൻ ഫ്ലീറ്റ് എന്നോട് പറഞ്ഞു. ഏകദേശം 2 വർഷത്തോളം തുടർച്ചയായി ഒരു മനുഷ്യൻ സ്വന്തം ഉപബോധത്തിന് നൽകിയ ഒരു നിർദ്ദേശത്തെ സംബന്ധിച്ചായിരുന്നു ആ വാർത്ത. സ്വന്തം മകൾക്ക് ബാധിച്ച കടുത്ത സന്ധിവാതവും ശമിപ്പിക്കാനാകാത്ത ഒരു ചർമ്മരോഗവും ബാധിച്ചിരുന്നു. ആ രോഗം മാറുന്നതിനായി താഴെ പറയുന്ന തരത്തിലുള്ളൊരു പ്രാർത്ഥന സ്വയം നിർദ്ദേശമായി നൽകുകയുണ്ടായി. എൻ്റെ മകളുടെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഞാൻ അതിനു പകരം എൻ്റെ വലതുകരം നൽകുന്നതാണ്. പല ചികിത്സാ രീതികളും പരീക്ഷിച്ചുവെങ്കിലും ഒന്നും ഫലിക്കാതെ വന്നപ്പോഴാണ് ഇത്തരമൊരു പ്രാർത്ഥനാ രീതിയിലേക്ക് തിരിഞ്ഞത്. പത്രത്തിൽ വന്ന ലേഖനത്തിലെ വിശദാംശങ്ങൾ ഡോക്ടർ എവ്ലിൻ ഫ്ലീറ്റ് എന്നോട് പങ്കുവച്ചു. മേൽ പറഞ്ഞ കുടുംബം ഒരിക്കൽ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ആ അപകടത്തിൽ പിതാവിൻ്റെ കരം ചുമലിൽ നിന്നും പറഞ്ഞു പോവുകയും അതേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ അസുഖം മാറുകയുമുണ്ടായി. സുഖപ്പെടുത്തുന്ന നിർദ്ദേശങ്ങൾ മാത്രമേ നിങ്ങളുടെ ഉപബോധത്തിന് നൽകുന്നുള്ളൂ എന്നുറപ്പുവരുത്തുക. അനുഗ്രഹിക്കുകയും പ്രചോദിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങൾ മാത്രം. നിങ്ങൾ പറയുന്ന ഒരു ഫലിതം ഉൾക്കൊള്ളാൻ ഉപബോധ മനസ്സിന് സാധിക്കുകയില്ല. അത് നിങ്ങളുടെ വാക്കുകളെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നു. സ്വയം നൽകുന്ന നിർദ്ദേശങ്ങൾ ഭയത്തെ എങ്ങനെ ദൂരീകരിക്കുന്നു? സ്വയം നൽകുന്ന നിർദ്ദേശത്തെ സംബന്ധിച്ച ചിത്രീകരണങ്ങൾ ഒരാൾ അവനവൻ്റെ ഉപബോധ മനസ്സിന് നൽകുന്ന ശക്തവും കൃത്യവുമായ നിർദ്ദേശത്തെയാണ് സ്വയം നിർദ്ദേശം എന്ന് പറയുന്നത്. ഹെർബർട്ട് പാർക്കിൻ രചിച്ച സ്വയം നിർദ്ദേശത്തെ സംബന്ധിച്ച ലഘുഗ്രന്ഥത്തിൽ ഒരു സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. വളരെ രസകരമായൊരു കഥയാണിത്. ചിക്കാഗോ നഗരം കാണാൻ വന്ന ഒരു ന്യൂയോർക്കുകാരൻ ആ പ്രദേശത്തെ സമയത്തേക്കാൾ 1 മണിക്കൂർ നേരത്തെ ഉള്ള സമയം കാണിച്ചിരുന്ന സ്വന്തം വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ സമയം 12 മണിയായി. അപ്പോൾ ചിക്കാഗോക്കാരനായ സുഹൃത്താകട്ടെ ചിക്കാഗോയും തനിക്ക് വിശക്കുന്നുവെന്നും ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായെന്നും ന്യൂയോർക്കുകാരനായ സുഹൃത്തിനോട് പറയുകയും ചെയ്തു. സ്വയം നിർദ്ദേശത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പലതരത്തിലുള്ള പേടികളും മറ്റു പ്രതികൂല അവസ്ഥകളും മാറ്റിയെടുക്കാവുന്നതാണ്. ചെറുപ്പക്കാരിയായ ഒരു പാട്ടുകാരിക്ക് ഒരു ഓഡിഷനിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു. ഈ അവസരത്തിനായി അവൾ ഒരുപാട് കാത്തിരുന്നതാണെങ്കിലും മുൻപ് 3 തവണ ഇതുപോലെ ലഭിച്ച അവസരങ്ങളിൽ പരാജയഭീതി കാരണം തോറ്റുപോയതിൻ്റെ അനുഭവം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അവളുടേത് മികച്ച ശബ്ദമായിരുന്നെങ്കിലും ഒടുവിൽ ഞാൻ അവരുടെ മുന്നിൽ പാടുമ്പോൾ അവർക്ക് എൻ്റെ പാട്ട് ഇഷ്ടപ്പെടാതിരിക്കാനാണ് സാധ്യത. ഞാൻ പരമാവധി ശ്രമിക്കുമെങ്കിലും
എൻ്റെ മനസ്സ് നിറയെ പേടിയും ആശങ്കയുമാണ് എന്നാണ് അവൾ തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള പ്രതികൂലമായ സ്വയം നിർദ്ദേശങ്ങൾ സ്വീകരിച്ച ആ ഗായികയുടെ ഉപബോധ മനസ്സ് അവ പ്രയോഗത്തിൽ വരുത്തുകയും അവരുടെ അനുഭവങ്ങളിലൂടെ അവ യാഥാർത്ഥ്യമാക്കുകയുമാണ് ഉണ്ടായത്. ബോധപൂർവമല്ലാത്ത ഒരു ആത്മനിർദ്ദേശമാണ് അവരുടെ തോൽവിക്ക് കാരണമായത്. അതായത് അവരുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടന്ന പേടിപ്പെടുത്തുന്ന ചിന്തകൾ വികാരങ്ങളായും അനുഭവങ്ങളായും പ്രകടിപ്പിക്കപ്പെട്ടു. വിഷമകരമായ ഈ അവസ്ഥ മറികടക്കാൻ ആ ഗായിക സ്വീകരിച്ച മാർഗം ഇതാണ്. ദിവസത്തിൽ 3 തവണ അവർ ഒരു മുറിയിൽ തനിച്ചിരിക്കാൻ ശ്രദ്ധിച്ചു. ഈ അവസരങ്ങളിൽ അവർ മുറിയിലെ ചാരുകസേരയിൽ സുഖമായിരുന്നു. കണ്ണുകളടച്ചു വിശ്രമിച്ചു. മനസ്സിനെയും ശരീരത്തെയും പരമാവധി ശാന്തമാക്കി നിർത്താൻ ശ്രമിച്ചു. ശരീരം നിർജീവമായിരിക്കുമ്പോൾ മനസ്സ് നിഷ്ക്രിയമാകുകയും നിർദ്ദേശങ്ങൾ പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യും. തൻ്റെ ഉള്ളിലുള്ള ഭയത്തിൻ്റെ നിർദ്ദേശങ്ങളെ ഇല്ലാതാക്കാൻ അവർ സ്വയം ഇങ്ങനെ പറഞ്ഞു: എൻ്റെ പാട്ട് മനോഹരമാണ്, ഞാൻ ശാന്തയും സമാധാന ചിത്തയും ആത്മവിശ്വാസമുള്ളവളുമാണ്. ഓരോ തവണ തനിച്ചിരിക്കുമ്പോഴും അവർ ഈ വാചകങ്ങൾ പതിയെ ശാന്തമായി അതിൻ്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ട് 5-10 തവണ തന്നോട് തന്നെ പറഞ്ഞു. ദിവസത്തിൽ 3 തവണയും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോ തവണയും അവർ ഈ പ്രക്രിയ ആവർത്തിച്ചു. ഇങ്ങനെ ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും അവർ തീർത്തും ശാന്തയും ആത്മവിശ്വാസമുള്ളവളുമായി മാറി. ഓഡീഷനിൽ പങ്കെടുക്കാനുള്ള അവസരമെത്തിയപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. എങ്ങനെയാണ് അവർ തൻ്റെ ഓർമ്മ വീണ്ടെടുത്തത്? 75 വയസ്സുള്ള ഒരു സ്ത്രീ ഇടയ്ക്കിടെ എനിക്കെൻ്റെ ഓർമ്മകൾ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് എന്ന് സ്വയം പറയുന്ന പ്രകൃതക്കാരിയായിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ ഈ പ്രക്രിയ അവസാനിപ്പിക്കുകയും പകരം ദിവസത്തിൽ പലതവണ ഇനി പറയുന്ന ആത്മനിർദ്ദേശം നൽകുകയും ചെയ്തു. ഇന്ന് തൊട്ട് എൻ്റെ ഓർമ്മശക്തി എല്ലാ തരത്തിലും മെച്ചപ്പെടുകയാണ്. ഓരോ സന്ദർഭത്തിലും സ്ഥലത്തും ആവശ്യം വന്നേക്കാവുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നതാണ്. എൻ്റെ മനസ്സിൽ പതിയുന്ന ഓർമ്മകൾ വ്യക്തവും തെളിമയുള്ളവയുമായിരിക്കും. യാതൊരു പ്രയാസവും കൂടാതെ സ്വാഭാവികമായി ഞാൻ അവയെല്ലാം ഓർത്തുവെക്കും. എനിക്ക് പിന്നീട് ഓർത്തെടുക്കേണ്ടതെന്തും കൃത്യസമയത്ത് വ്യക്തമായി എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരും. ദിവസം ചെല്ലുന്തോറും ദ്രുതഗതിയിലാണ് എൻ്റെ ഓർമ്മ മെച്ചപ്പെടുന്നത്. വൈകാതെ തന്നെ എൻ്റെ ഓർമ്മശക്തി മുൻപുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലെത്തും. ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. 3 ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ തൻ്റെ ഓർമ്മശക്തി പഴയ നിലയിലെത്തിയത് തിരിച്ചറിഞ്ഞ ആ സ്ത്രീ ഏറെ സന്തുഷ്ടയാകുകയും ചെയ്തു. അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ മുൻകോപത്തെ വരുതിയിലാക്കിയത്? തങ്ങൾ മുൻകോപക്കാരനാണെന്നും ചെറിയ കാര്യങ്ങൾ പോലും തങ്ങളെ അലോസരപ്പെടുത്തുന്നുവെന്നും പരാതിപ്പെടുന്ന പല പുരുഷന്മാരും സ്വയം നിർദ്ദേശത്തിൻ്റെ സ്വാധീനത്തിന് പെട്ടെന്ന് വഴങ്ങുന്നവരാണ്. ഇനി പറയുന്ന വാചകങ്ങൾ 1 മാസത്തോളം ദിവസത്തിൽ 3 തവണയായി രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും സ്വയം പറഞ്ഞതോടെ അവരിൽ അത്ഭുതവാഹമായ മാറ്റമുണ്ടായിട്ടുണ്ട്. ഇനി മുതൽ ഞാൻ എപ്പോഴും പ്രസന്നവാനായിരിക്കും. സന്തോഷവും ഉത്സാഹവും നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന മനസ്സായിരിക്കും എൻ്റേത്. ഓരോ ദിനം പിന്നിടുമ്പോഴും മറ്റുള്ളവരെ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്ന സ്നേഹിക്കാൻ കഴിയുന്ന മനുഷ്യനായി മാറുകയാണ് ഞാൻ. എനിക്ക് ചുറ്റുമുള്ളവരിൽ നന്മയും ഉത്സാഹവും പടർത്തുന്ന സ്രോതസ്സായി തീരുകയാണ് ഞാൻ. സന്തോഷവും പ്രസന്നതയും ചുറുചുറുക്കും നിറഞ്ഞ ഈ മനോഭാവമാണ് ഇനി മുതൽ എൻ്റെ സ്വാഭാവികമായ അവസ്ഥ. ഞാൻ കൃതജ്ഞതയുള്ളവനാണ്. നിർദ്ദേശത്തിൻ്റെ നിർമ്മാണാത്മകവും നശീകരണാത്മകവുമായ ശക്തി. ബാഹ്യ നിർദ്ദേശത്തെക്കുറിച്ചുള്ള ചില വിവരണങ്ങളും വിലയിരുത്തലുകളുമാണ് ഇവിടെ വിശദമാക്കുന്നത്. മറ്റൊരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളെയാണ് ബാഹ്യ നിർദ്ദേശം എന്ന് വിളിക്കുന്നത്. സ്ഥലകാല പ്രായ ഭേദമന്യേ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ചിന്തകളിലും ഇത്തരം നിർദ്ദേശങ്ങളുടെ ശക്തി പ്രകടമാകുന്നതായി കാണാം. ലോകത്തിലെ പല ഭാഗങ്ങളിലും മതം എന്ന സ്ഥാപനം നിലനിൽക്കുന്നത് തന്നെ ഇത്തരം നിർദ്ദേശത്തിൻ്റെ സ്വാധീന ശക്തിയിലാണ്. സ്വയം നിയന്ത്രിക്കാനും പരിശീലിപ്പിക്കാനുമുള്ള സാധ്യതകൾക്കപ്പുറം മനസ്സിൻ്റെ നിയമങ്ങൾ വശമില്ലാത്ത മറ്റുള്ളവരെ നിയന്ത്രിച്ച് വരുതിയിലാക്കാനും നിർദ്ദേശത്തിൻ്റെ ശക്തി ഉപയോഗിക്കാവുന്നതാണ്. സർഗാത്മകമായ
ഒരു ശക്തി എന്ന നിലയ്ക്ക് നിർദ്ദേശത്തിൻ്റെ സാധ്യതകൾ അപാരവും ഉത്കൃഷ്ടവുമാണ്. എന്നാൽ ഇതേ ശക്തി തന്നെയാണ് മനസ്സിൻ്റെ ഏറ്റവും വിനാശക്തമായ പ്രതികരണ സംവിധാനവും. അത് മനുഷ്യജീവിതത്തിൽ ദുരിതം, തോൽവി, രോഗം, പീഡ, ദുരന്തം എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നു. നിങ്ങൾ ഇവയിൽ ഏതെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? ചെറുപ്പം തൊട്ട് തന്നെ നമ്മിൽ മിക്കവർക്കും പ്രതികൂലമായ പല നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അവയെ നിഷേധിക്കേണ്ടതെങ്ങനെ എന്നറിയാതെ നാം മിക്കപ്പോഴും ആ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത്തരം പ്രതികൂല നിർദ്ദേശങ്ങളുടെ ചില ഉദാഹരണങ്ങൾ ഇതാ. നിനക്ക് സാധിക്കില്ല, നിനക്കൊരിക്കലും ഒന്നുമായി തീരാൻ കഴിയില്ല, നീ അത് ചെയ്യരുത്, നീ പരാജയപ്പെടും, നീ വിജയിക്കാനുള്ള സാധ്യത തീരെയില്ല, നീ ചെയ്തതെല്ലാം തെറ്റാണ്, നീ ഇത് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, നിനക്ക് എന്തറിയാം എന്നതിലല്ല, ആരെ അറിയാം എന്നതിലാണ് കാര്യം. ഈ ലോകം നാശത്തിലേക്ക് നീങ്ങുകയാണ്. എന്തു ചെയ്തിട്ടും കാര്യമില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, ഇത്ര കഷ്ടപ്പെടുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, നിനക്ക് വല്ലാതെ വയസ്സായി കഴിഞ്ഞു, സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ്, ജീവിതം കഷ്ടപ്പാടുകളുടെ ഒരു പരമ്പരയാണ്, പ്രേമം നിസ്സാരമായ വികാരമാണ്, നിനക്ക് ജയിക്കാൻ സാധിക്കുകയില്ല, നീ ഉടൻ തന്നെ കടക്കെണിയിലാകും, സൂക്ഷിച്ചില്ലെങ്കിൽ നിനക്കും വൈറസ് ബാധയേൽക്കും, ഒരു മനുഷ്യനെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. പ്രായപൂർത്തിയായ വ്യക്തികൾ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സർഗാത്മകമായ ആത്മനിർദ്ദേശം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലൊഴിച്ച് നമ്മുടെ മനസ്സിൽ മുമ്പ് പതിഞ്ഞിട്ടുള്ള ചിന്തകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും തോൽവിക്ക് കാരണമാകുന്ന സ്വഭാവങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. ജീവിതചര്യകൾ താളം തെറ്റിക്കുന്ന നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഏറ്റവും വലിയ തടസ്സമായി തീരുന്ന ഇത്തരം പ്രതികൂല നിർദ്ദേശങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ് ആത്മനിർദ്ദേശം. പ്രതികൂല നിർദ്ദേശങ്ങളെ പ്രതിരോധിക്കാനാകും. ഏതു ദിവസത്തെ പത്രമെടുത്ത് നോക്കിയാലും മനുഷ്യ മനസ്സിൽ നിരർത്ഥകത, പേടി, ആശങ്ക, ദുരന്ത സൂചന എന്നിവ വിതയ്ക്കുന്ന ഒട്ടനവധി വാർത്താശകലങ്ങൾ കാണാനാകും. അവ ഗൗരവത്തിലെടുത്താൽ അതുണ്ടാക്കുന്ന ഭയം കാരണം നിങ്ങൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെടും. നമ്മുടെ ഉപബോധ മനസ്സിന് സർഗാത്മകമായ ആത്മനിർദ്ദേശങ്ങൾ കൊടുക്കുക വഴി ഇത്തരം ഭയാശങ്കകളെ തുരത്താനാകുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ചുറ്റുമുള്ള ലോകം നൽകുന്ന വിനാശാത്മകമായ നിർദ്ദേശങ്ങളെ നമുക്ക് പ്രതിരോധിക്കാനാകും. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നൽകുന്ന പ്രതികൂലമായ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നിരന്തരം പരിശോധിക്കുക. അവയുടെ സ്വാധീനത്തിന് നിങ്ങൾ വഴങ്ങേണ്ടതില്ല. എല്ലാവരും തങ്ങളുടെ ചെറുപ്പത്തിലും കൗമാരത്തിലും ഇത്തരം നിർദ്ദേശങ്ങളുടെ അനന്തരഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഒന്ന് പുറകോട്ട് നോക്കിയാൽ നിങ്ങളുടെ രക്ഷിതാക്കൾ, കൂട്ടുകാർ, ബന്ധുക്കൾ, അധ്യാപകർ, സഹപ്രവർത്തകർ തുടങ്ങി എല്ലാവരും പ്രതികൂല നിർദ്ദേശങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതായി കാണാം. ഇവയോരോന്നും എടുത്ത് പരിശോധിച്ചാൽ അവയിൽ മിക്കതും ആശയപ്രചാരണത്തിൻ്റെ രൂപത്തിലാണെന്ന് മനസ്സിലാകും. നിങ്ങളെ ഭയപ്പെടുത്താനോ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനോ ലക്ഷ്യം വെച്ചുള്ളവയായിരിക്കും അവയിൽ മിക്കതും. ബാഹ്യനിർദ്ദേശങ്ങൾ നൽകുന്ന ഈ പ്രക്രിയ വീടുകളിലും സ്ഥാപനങ്ങളിലും ക്ലബ്ബുകളിലും വ്യവസായശാലകളിലുമെല്ലാം ഒരുപോലെ നടന്നു വരുന്നുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങളിൽ മിക്കതിൻ്റെയും ഉദ്ദേശ്യം അത് നൽകുന്നയാളിന് ഗുണമുള്ള തരത്തിൽ നിങ്ങളെ ചിന്തിപ്പിക്കുവാനോ നിങ്ങളിൽ വികാരമുണർത്താനോ നിങ്ങളെക്കൊണ്ട് പ്രവർത്തിപ്പിക്കാനോ ആയിരിക്കും. എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ ഒരാളെ കൊലപ്പെടുത്തിയത്? ബാഹ്യനിർദ്ദേശം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നതിൻ്റെ ഒരു വിവരണം ഇതാ. എൻ്റെ ഒരു ബന്ധു ഇന്ത്യയിൽ വെച്ച് ഭാവി പ്രവചിക്കുന്ന ഒരു സിദ്ധയെ കണ്ടിരുന്നു. എൻ്റെ ബന്ധുവിന് ഹൃദ്രോഗമുണ്ടെന്നും വരുന്ന പൗർണമിയുടെ അന്ന് അദ്ദേഹം മരണപ്പെടുമെന്നും ആ സിദ്ധ പ്രവചിച്ചു. ഈ പ്രവചനത്തെക്കുറിച്ച് എൻ്റെ ബന്ധു തൻ്റെ കുടുംബാംഗങ്ങളെയെല്ലാം അറിയിക്കുകയും ശേഷം തൻ്റെ വിൽപത്രം തയ്യാറാക്കി വയ്ക്കുകയും ചെയ്തു. സിദ്ധയുടെ ഭാഗത്തു നിന്നും വന്ന ശക്തമായ ആ നിർദ്ദേശം എൻ്റെ ബന്ധു പൂർണ്ണമായും വിശ്വസിച്ചത് കാരണം അത് അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിലും ആഴത്തിൽ പതിഞ്ഞു. തൻ്റെ ഭാവി പ്രവചിച്ച സിദ്ധയ്ക്ക് വിചിത്രമായ ചില മാന്ത്രിക ശക്തിയുണ്ടെന്ന് എൻ്റെ ബന്ധു എന്നോടും പറഞ്ഞിരുന്നു.
മറ്റൊരാൾക്ക് ഗുണമോ ദോഷമോ വരുത്തിവെക്കാൻ ആ സിദ്ധയ്ക്ക് കഴിവുണ്ടായിരുന്നത്രേ. സിദ്ധ പ്രവചിച്ച അതേ ദിവസം തൻ്റെ മരണകാരണം താൻ തന്നെയാണെന്ന് തിരിച്ചറിയാതെ അദ്ദേഹം മരണപ്പെട്ടു. തീർത്തും അബദ്ധജടിലമായ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിരവധി ഇത്തരം കഥകൾ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകുമെന്ന് എനിക്കുറപ്പാണ്. ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഈ സംഭവം നമുക്കൊന്ന് പരിശോധിക്കാം. വിമർശനാത്മകമായി ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യൻ്റെ ബോധമനസ്സ് വിശ്വസിക്കുന്നതെന്തും ഉപബോധ മനസ്സ് അതേപടി അംഗീകരിക്കുകയും അതിന്മേൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. എൻ്റെ ബന്ധുവിൻ്റെ കാര്യമെടുത്താൽ, ആ സിദ്ധയെ കാണാൻ പോകുന്നതുവരെ പൂർണ്ണ ആരോഗ്യവാനും സന്തുഷ്ടനും ഉത്സാഹഭരിതനുമായിരുന്നു അദ്ദേഹം. എന്നാൽ ആ സിദ്ധ നൽകിയ തീർത്തും പ്രതികൂലമായ നിർദ്ദേശം അദ്ദേഹം അപ്പാടെ വിശ്വസിച്ചു. ഇതേ തുടർന്ന് ഭയചകിതനായ അദ്ദേഹം വരുന്ന പൗർണമി ദിനത്തിൽ താൻ മരണപ്പെടുമല്ലോ എന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നു. തൻ്റെ അന്ത്യത്തിന് മാനസികമായി തയ്യാറെടുത്ത അദ്ദേഹം ചുറ്റുമുള്ളവരോടെല്ലാം ഇതേപ്പറ്റി പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നടന്ന ഈ പ്രക്രിയയ്ക്ക് കാരണം സ്വന്തം ചിന്തകൾ തന്നെയായിരുന്നു. തൻ്റെ മനസ്സിൽ നിറഞ്ഞ പേടിയും മരണചിന്തകളും കൊണ്ട് അദ്ദേഹം സ്വന്തം മരണം അഥവാ തൻ്റെ ഭൗതിക ദേഹത്തിൻ്റെ നാശം വരുത്തിവെച്ചു എന്നതാണ് വാസ്തവം. തറയിൽ കിടക്കുന്ന കല്ലിനോ കമ്പിനോ ഉള്ള ശക്തിയിൽ കവിഞ്ഞ യാതൊരു ശക്തിയും മരണപ്രവാചകയായ ആ സിദ്ധയ്ക്കുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. മരണം വരുത്തിവെക്കാനുള്ള യാതൊരു ശക്തിയും അവരുടെ വാക്കുകൾക്കുണ്ടായിരുന്നില്ല. എൻ്റെ ബന്ധുവിന് തൻ്റെ മനസ്സിൻ്റെ നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നുവെങ്കിൽ, സ്വന്തം മനസ്സിലെ ചിന്തകളും വികാരങ്ങളുമാണ് തന്നെ നിയന്ത്രിക്കുന്നതെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ, ആ സിദ്ധയുടെ വാക്കുകൾ നൽകിയ പ്രതികൂല നിർദ്ദേശത്തെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞേനെ. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ പടക്കപ്പലിന് നേർക്ക് തൊടുക്കുന്ന അമ്പുകൾ നിഷ്ഫലമാകുന്നത് പോലെ ആ സിദ്ധയുടെ പ്രവചനം അദ്ദേഹത്തിന് ദോഷമുണ്ടാക്കാത്ത വിധം പാഴായിപ്പോയേനെ. മറ്റുള്ളവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് നാം നമ്മുടെ ചിന്തകളിലൂടെ കൽപ്പിച്ചു നൽകുന്ന ശക്തിയല്ലാതെ തനതായ യാതൊരു ശക്തിയുമില്ല. അവയ്ക്ക് പ്രഭാവമുണ്ടാകാൻ നമ്മുടെ മനസ്സിൻ്റെ അനുമതി ആവശ്യമാണ്. നാം നമ്മുടെ ചിന്തകളിലൂടെ കൊടുക്കുന്ന പ്രോത്സാഹനാവശ്യമാണ്. അത് ലഭിച്ചാൽ ആ നിർദ്ദേശം നമ്മുടെ സ്വന്തം ചിന്തകളായി മാറുന്നു. നാം ആ ചിന്തകൾക്ക് അടിമപ്പെടുന്നു. ഓർക്കുക, തിരഞ്ഞെടുപ്പ് നടത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതം തിരഞ്ഞെടുക്കുക, സ്നേഹം തിരഞ്ഞെടുക്കുക, ആരോഗ്യം തിരഞ്ഞെടുക്കുക. അനുമാനിക്കപ്പെടുന്ന പ്രസ്താവനകളുടെ ശക്തി. അനുമാന ന്യായത്തിൻ്റെ യുക്തിക്ക് സമാനമായാണ് നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. അതായത്, ഏതെങ്കിലും ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ബോധമനസ്സ് അനുമാനിക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ചാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത്. നിങ്ങളുടെ അനുമാനം സത്യമാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് എത്തിച്ചേരുന്ന നിഗമനവും സത്യമായിരിക്കും. ഈ ആശയം വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണമിതാ. എല്ലാ സദ്ഗുണങ്ങളും പ്രശംസാർഹമാണ്. കാരുണ്യം ഒരു സൽഗുണമാണ്. കാരുണ്യം പ്രശംസാർഹമാണ്. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. സൃഷ്ടിച്ചെടുത്ത വസ്തുക്കൾക്കെല്ലാം രൂപമാറ്റം ഉണ്ടാകുകയും ക്രമേണ അവ നശിക്കുകയും ചെയ്യും. ഈജിപ്തിലെ പിരമിഡുകൾ സൃഷ്ടിക്കപ്പെട്ടവയാണ്. അതുകൊണ്ട് ഈജിപ്തിലെ പിരമിഡുകളും ഒരു നാൾ നശിച്ചു പോകും. മേൽപ്പറഞ്ഞ ഉദാഹരണങ്ങളിൽ ആദ്യത്തെ വാചകത്തെയാണ് പ്രബലമായ അനുമാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ അനുമാനം വാസ്തവമാണെങ്കിൽ അതുപയോഗിച്ച് നാം എത്തിച്ചേരുന്ന നിഗമനവും വാസ്തവമാകും. എൻ്റെ ജീവിതമാകെ തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. എനിക്ക് ആരോഗ്യവും സമ്പത്തും സുഹൃത്തുക്കളെയുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ തൊടുന്നതെല്ലാം പിഴച്ചു പോകുകയാണ്. 1962 മെയ് മാസത്തിൽ ന്യൂയോർക്കിലെ ടൗൺ ഹാളിൽ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ നടത്തിയ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത ഒരു കോളേജ് അധ്യാപകൻ എന്നോട് പറഞ്ഞ വാക്കുകളാണിത്. അനന്തമായ വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ തൻ്റെ ഉപബോധ മനസ്സ് മാനസികമായും ആത്മീയമായും ഭൗതികവുമായുള്ള വളർച്ചയിലേക്ക് തന്നെ നിരന്തരം നയിക്കുന്നുവെന്ന പ്രബലമായ അനുമാനം സ്വന്തം മനസ്സിലുണ്ടാക്കണമെന്ന് ഞാൻ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു.
അങ്ങനെ ചെയ്താൽ നിക്ഷേപത്തിൻ്റെ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്ന വേളയിലും അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സ് സ്വാഭാവികമായി അദ്ദേഹത്തെ ശരിയായ ദിശയിൽ നയിക്കുകയും ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിച്ച് മാനസിക സൗഖ്യവും സമാധാനവും ഉറപ്പുവരുത്തുകയും ചെയ്യും. തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം ആ അധ്യാപകൻ സങ്കല്പിച്ചെടുത്തു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബലമായ അനുമാനം. അതിരുകളില്ലാത്ത വിജ്ഞാനം എന്നെ എല്ലാ അർത്ഥത്തിലും നയിക്കുന്നു. പൂർണ്ണ ആരോഗ്യവാനായ എൻ്റെ മനസ്സും ശരീരവും ഐക്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. സൗന്ദര്യവും സ്നേഹവും സമാധാനവും എന്നിൽ നിറഞ്ഞിരിക്കുന്നു. ശരിയായ പ്രവൃത്തിയുടെയും ദൈവികമായ ലോകക്രമത്തിൻ്റെയും തത്വങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ജീവിതത്തെ സംബന്ധിച്ച ശാശ്വതമായ സത്യങ്ങളെ ആശ്രയിച്ചുള്ളവയാണ് എൻ്റെ പ്രബലമായ അനുമാനങ്ങൾ എന്നതിനാൽ എൻ്റെ ബോധമനസ്സിലെ ചിന്തകളുടെ സ്വഭാവമനുസരിച്ച് എൻ്റെ ഉപബോധ മനസ്സും പ്രതികരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വാചകങ്ങൾ ദിവസത്തിൽ പല തവണ പതിയെ ശാന്തമായി സ്നേഹത്തോടെ ഞാൻ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ വാക്കുകൾ എൻ്റെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുന്നുണ്ടെന്നും അതിൻ്റെ ഗുണഫലങ്ങൾ വൈകാതെ ലഭിക്കുമെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. താങ്കളോട് നേരിട്ട് സംസാരിക്കാൻ അവസരം തന്നതിന് ഏറെ നന്ദിയുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്കളുടെ ഉപദേശം ശരിക്കും ഫലിച്ചിരിക്കുന്നു. ആ കോളേജ് അധ്യാപകൻ എനിക്കെഴുതിയ വാക്കുകളാണിവ. ഉപബോധം വിവാദ രൂപത്തിൽ തർക്കിക്കുന്നില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വശമുള്ള സർവജ്ഞാനിയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ്. അത് നിങ്ങളോട് വാദപ്രതിവാദത്തിന് വരികയോ മറുത്ത് സംസാരിക്കുകയോ ചെയ്യില്ല. നിങ്ങൾ എന്നെ പ്രീതിപ്പെടുത്താൻ നോക്കേണ്ടതില്ല എന്ന് ഉപബോധ മനസ്സ് നിങ്ങളോട് പറയുകയില്ല. ഉദാഹരണത്തിന്, എനിക്കിത് ചെയ്യാൻ സാധിക്കുകയില്ല, എനിക്ക് വല്ലാതെ വയസ്സായിരിക്കുന്നു, ഈ ചുമതല നിറവേറ്റാൻ എനിക്ക് കഴിയുകയില്ല, എൻ്റെ ജീവിതം നിർഭാഗ്യങ്ങൾ നിറഞ്ഞതാണ്, എനിക്ക് പ്രബലരായ രാഷ്ട്രീയക്കാരെ ആരെയും പരിചയമില്ല എന്നിങ്ങനെയെല്ലാം നിങ്ങൾ പറയുമ്പോൾ ഉപബോധ മനസ്സിൽ പ്രതികൂല ചിന്തകൾ നിറയ്ക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് ഉപബോധ മനസ്സ് പ്രതികരിക്കുന്നത്. നിങ്ങളുടെ തന്നെ നന്മകളും ഗുണങ്ങളും അവഗണിക്കുക വഴി ജീവിതത്തിൻ്റെ നിരാശയും പരിമിതികളും കുറവുകളും സൃഷ്ടിക്കുകയാണ് നിങ്ങൾ വാസ്തവത്തിൽ ചെയ്യുന്നത്. ബോധമനസ്സിൻ്റെ ചിന്തകളിലൂടെ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും കാലതാമസവും വരുത്തിവെക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കുടികൊള്ളുന്ന അനന്തമായ വിജ്ഞാനത്തെയും ബുദ്ധിവൈഭവത്തെയും നിങ്ങൾ തള്ളിപ്പറയുകയാണ്. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഉപബോധ മനസ്സിന് കഴിവില്ലെന്ന് നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. ഇത് മാനസികവും വൈകാരികവുമായി വീർപ്പുമുട്ടലിലേക്കും നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗാവസ്ഥയിലേക്കും നയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന നിരാശ മറികടന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി ഈ വാക്കുകൾ ദിവസത്തിൽ പലതവണ ഉറച്ച ബോധ്യത്തോടെ പറയുക. എൻ്റെ മനസ്സിൽ ഈ ആഗ്രഹം ജനിപ്പിച്ച അനന്തമായ വിജ്ഞാനം അതിൻ്റെ പൂർത്തീകരണത്തിലേക്കും എന്നെ നയിക്കും. എൻ്റെ ആഗ്രഹം നടപ്പിലാക്കാനുള്ള വ്യക്തമായ പദ്ധതി അത് എൻ്റെ മനസ്സിൽ വെളിവാക്കിത്തരും. എൻ്റെ ഉപബോധ മനസ്സിൽ കുടികൊള്ളുന്ന ആഴത്തിലുള്ള വിവേകം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവിടെ ഉയരുന്ന പ്രതികരണങ്ങളാണ് എൻ്റെ പ്രവൃത്തികളായി പുറമേ പ്രകടിപ്പിക്കുന്നതെന്നും ഞാൻ തിരിച്ചറിയുന്നു. ഈ പ്രക്രിയയ്ക്ക് ഒരു താളവും സന്തുലനവും സ്ഥിരതയുമുണ്ട്. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ യാതൊരു വഴിയുമില്ല. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ സമസ്യയ്ക്ക് ഒരു പരിഹാരം കാണുന്നില്ല. ഒരു വഴി കണ്ടെത്താനാകാതെ ഞാൻ കുഴങ്ങിപ്പോകുന്നു എന്നിങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു തരത്തിലുള്ള ഉത്തരമോ പ്രതികരണമോ തരില്ല. ഉപബോധ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ, അത് നിങ്ങളോട് സഹകരിക്കണമെങ്കിൽ ശരിയായ മാർഗത്തിൽ അതിനായി സഹായം ആവശ്യപ്പെടേണ്ടതുണ്ട്. ഉപബോധ മനസ്സ് നിങ്ങൾക്കായി സദാസമയവും പ്രവർത്തിക്കുന്നുണ്ട്. ഈ നിമിഷത്തിൽ പോലും അത് നിങ്ങളുടെ ഹൃദയമിടിപ്പും ശ്വസന പ്രക്രിയയും നിയന്ത്രിക്കുന്നുണ്ട്. നിങ്ങളുടെ വിരലിലുണ്ടാകുന്ന മുറിവ് പോലും ഉണക്കുന്ന ഉപബോധ മനസ്സിൻ്റെ പ്രവണത നിങ്ങളെ പരിപാലിക്കാനും സൗഖ്യത്തോടെ നിലനിർത്താനുമാണ്. സ്വന്തമായ ഒരു പ്രവർത്തന രീതിയുള്ളപ്പോഴും നിങ്ങളുടെ ചിന്തകളും അതിൻ്റെ സഞ്ചാരങ്ങളുമാണ് ഉപബോധ മനസ്സ് പിന്തുടരുന്നത്. നിങ്ങൾ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം തേടുമ്പോൾ
ഉപബോധ മനസ്സ് അതിനോട് പ്രതികരിക്കുമെങ്കിലും നിങ്ങൾ ബോധമനസ്സുപയോഗിച്ച് ശരിയായ നിർണയങ്ങൾ നടത്തി ഒരു തീരുമാനത്തിലെത്തുമെന്നാണ് അത് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ തേടുന്ന ഉത്തരം ഉപബോധ മനസ്സിൽ ഉണ്ടെന്നുള്ളത് ആദ്യം അംഗീകരിക്കണം. എന്നാൽ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ യാതൊരു വഴിയുമില്ലെന്നാണ് തോന്നുന്നത്. എനിക്കാകെ സംഭ്രമമാകുന്നു. എന്താണ് എനിക്ക് ഉത്തരങ്ങളൊന്നും ലഭിക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ ഉപബോധ മനസ്സിന് നിങ്ങൾ നൽകുന്ന അപേക്ഷയുടെ ഫലം കുറയുകയാണ്. പട്ടാളക്കാർ തങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നടത്തുന്ന മാർച്ച് പാസ്റ്റ് പോലെ നിങ്ങൾ മുന്നോട്ട് നീങ്ങാതെ എവിടെയും എത്താനാകാതെ തുടരും. മനസ്സിൻ്റെ സഞ്ചാരത്തെ പിടിച്ചു നിർത്തുക, മനസ്സിനെ ശാന്തമാക്കുക, എന്നിട്ട് പതിയെ സ്വയം പറഞ്ഞുറപ്പിക്കുക, എൻ്റെ ഉപബോധ മനസ്സിൽ ഉത്തരങ്ങളുണ്ട്, അത് എൻ്റെ ചിന്തകളോട് പ്രതികരിക്കുന്നുണ്ട്. ഉപബോധ മനസ്സിൻ്റെ അതിരുകളില്ലാത്ത വിജ്ഞാനത്തിൽ എല്ലാറ്റിനുമുള്ള പരിഹാരമുണ്ടെന്നതിൽ എനിക്ക് കൃതജ്ഞതയുണ്ട്. എൻ്റെ അന്വേഷണങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം അത് എനിക്ക് മുന്നിൽ വെളിവാക്കുകയാണ്. എൻ്റെ ഉറച്ച വിശ്വാസത്തിലൂടെ ഉപബോധ മനസ്സിനെ അതിൻ്റെ എല്ലാ ശക്തിയോടും പ്രതാപത്തോടും ഞാൻ സ്വതന്ത്രമാക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രധാന ആശയങ്ങളുടെ അവലോകനം. നല്ല ചിന്തകൾ വളർത്തിയാൽ നന്മയുണ്ടാകും. ദുഷിച്ച ചിന്തകൾ നാശമുണ്ടാക്കും. നിങ്ങൾ ദിവസം മുഴുവൻ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു. 2. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് തർക്കിക്കുകയില്ല. നിങ്ങളുടെ ബോധ മനസ്സ് കൽപ്പിക്കുന്നതെന്തും അംഗീകരിക്കുകയാണ് ഉപബോധ മനസ്സിൻ്റെ രീതി. എനിക്കത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ അത് സത്യമെങ്കിലും ഞാൻ അത് വാങ്ങിക്കും, എനിക്കതിന് സാധിക്കുമെന്ന് മനസ്സിൽ ഞാൻ ഉറപ്പിക്കുന്നു എന്ന് മാറ്റി ചിന്തിക്കുക. 3. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ്. ആരോഗ്യവും സന്തോഷവും തിരഞ്ഞെടുക്കുക. സൗഹൃദപരമായി പെരുമാറാനോ മുരടൻ സ്വഭാവം കാണിക്കാനോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. മറ്റുള്ളവരോട് സഹകരിക്കുന്ന സൗഹാർദ്ദപൂർവ്വം ഇടപെടുന്ന സന്തോഷവും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന പെരുമാറ്റമാണ് നിങ്ങളുടേതെങ്കിൽ ലോകം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായി പ്രതികരിക്കും. ഇതാണ് ആകർഷകമായ വ്യക്തിത്വം വളർത്തിയെടുക്കുന്നതിനുള്ള മികച്ച മാർഗം. 4. നിങ്ങളുടെ ബോധമനസ്സ് കവാടത്തിൽ കാവൽ നിൽക്കുന്ന പാറാവുകാരനാണ്. അബദ്ധധാരണകളിൽ നിന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സംരക്ഷിച്ചു നിർത്തലാണ് അതിൻ്റെ ദൗത്യം. നിങ്ങൾക്ക് നല്ലതേ സംഭവിക്കൂ എന്നും അത് ഇപ്പോൾ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നുമുള്ള വിശ്വാസം തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. സന്തോഷവും സമൃദ്ധിയും തിരഞ്ഞെടുക്കുക. 5. മറ്റുള്ളവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കും അവർ നടത്തുന്ന പരാമർശങ്ങൾക്കും നിങ്ങളെ വേദനിപ്പിക്കാനാകില്ല. നിങ്ങളുടെ ചിന്തകൾക്ക് മാത്രമാണ് അതിനുള്ള ശക്തിയുള്ളത്. മറ്റുള്ളവരുടെ ചിന്തകളും പരാമർശങ്ങളും തള്ളിക്കളഞ്ഞ് നന്മ മാത്രം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓരോ സാഹചര്യത്തിലും എങ്ങനെ പ്രതികരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ്. 6. ഓരോ വാക്കും ആലോചിച്ച് ഉപയോഗിക്കുക. പാഴായി പോകുന്ന ഓരോ വാക്കിനും നിങ്ങൾ കണക്ക് വെക്കേണ്ടതുണ്ട്. ഞാൻ പരാജയപ്പെടും, എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെടും, ഈ മാസം എനിക്ക് വാടക കൊടുക്കാൻ സാധിക്കുകയില്ല എന്നെല്ലാം പറയാതിരിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഗൗരവമുള്ളതും അല്ലാത്തതുമായ ചിന്തകൾ വേർതിരിച്ചറിയാനുള്ള കഴിവില്ല. അത് എല്ലാ ചിന്തകളെയും അനുഭവത്തിൽ വരുത്തും. 7. നിങ്ങളുടെ മനസ്സ് ഒരിക്കലും ദുഷിച്ചതല്ല. പ്രകൃതിയിലെ ഒരു ശക്തിയും ദുഷിച്ചതല്ല. ഈ ശക്തികൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചാണ് നന്മതിന്മകൾ രൂപപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സ് ചുറ്റുമുള്ളവരെ അനുഗ്രഹിക്കാനും പ്രചോദിപ്പിക്കാനും അവർക്ക് സൗഖ്യം പകരാനും ഉപയോഗിക്കുക. 8. എനിക്ക് സാധിക്കുകയില്ല എന്നൊരിക്കലും പറയരുത്. മനസ്സിനുള്ള ഭയത്തെ മറികടക്കാൻ ഇപ്രകാരം പറയുക: എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് എനിക്കെന്തും ചെയ്യാൻ സാധിക്കും. 9. ഭയവും അഗ്നിയും അന്ധവിശ്വാസവും പ്രതിഫലിപ്പിക്കുന്ന ചിന്തകൾ കൈവെടിഞ്ഞ് ശാശ്വത സത്യങ്ങളും ജീവിത തത്വങ്ങളും ഉൾച്ചേർന്ന ചിന്തകൾ മനസ്സിൽ വളർത്തുക. മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും സ്വയം തിരഞ്ഞെടുക്കുക. 10. നിങ്ങളുടെ ആത്മാവിൻ്റെ അഥവാ ഉപബോധ മനസ്സ് കപ്പിത്താനും നിങ്ങളുടെ വിധിയുടെ രചയിതാവും നിങ്ങൾ തന്നെയാണ്. ഓർക്കുക, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ്. ജീവിതം തിരഞ്ഞെടുക്കുക, സ്നേഹം തിരഞ്ഞെടുക്കുക, ആരോഗ്യം തിരഞ്ഞെടുക്കുക, സന്തോഷം തിരഞ്ഞെടുക്കുക. 11.
നിങ്ങളുടെ ബോധമനസ്സ് സത്യമാണെന്ന് അനുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതെന്തും നിങ്ങളുടെ ഉപബോധ മനസ്സ് അംഗീകരിക്കുകയും അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്യും. സൗഭാഗ്യത്തിലും ദൈവിക സഹായത്തിലും ശരിയായ പ്രവൃത്തിയിലും ജീവിതത്തിലെ മറ്റനുഗ്രഹങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുക. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.